ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഫെമി മുനീർ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളൊരു ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് മിക്സഡ് സൂപ്പാണ് ഉണ്ടാക്കുന്നത്. ഈ ചൂട് സമയത്തും റമദാൻ സമയത്തൊക്കെ എല്ലാവർക്കും കഴിക്കാൻ പറ്റിയ ഈ ഓട്സ് മിക്സഡ് സൂപ്പ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 ചെറിയ കഷ്ണം കറുവാപ്പട്ട, 2 ഗ്രാമ്പു, 2 ഏലക്ക ഇട്ട് കൊടുക്കണം. ഇനി നമ്മൾ 1 ടീസ്പൂണ് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞതും, 2 പച്ചമുളക്, 1 ഉള്ളി ചെറുതായി അരിഞ്ഞതും, ഒരു ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് ലൈറ്റ് ബ്രൗൺ കളർ ആവുമ്പോൾ നമ്മൾ കുറച്ച് വെജിറ്റബിൾസ് കട്ട് ചെയ്ത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റ് ചെറുതായി മുറിച്ചത്, ഒരു ചെറിയ ഉരുളക്കിഴങ്ങ് ചെറുതായി മുറിച്ചത്, ഒരു 1/2 കപ്പ് ഗ്രീൻ പീസ്, ഫ്രോസൺ ഗ്രീൻ പീസാണ് ഞാൻ എടുത്തത്, ഒരു 1/2 കപ്പ് സ്വീറ്റ് കോണും കൂടെ ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് 1 ടീസ്പൂണ് കുരുമുളക് പൊടിയും, 1 ടീസ്പൂണ് ചെറിയ ജീരകത്തിൻ്റെ പൊടിയും, ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഒരു 200 ഗ്രാം ചിക്കന്, ഏകദേശം 1 കപ്പ് ചിക്കൻ ഉണ്ടാവും, അതൊന്ന് വേവിച്ചിട്ട് ഒരു 3 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വേവിച്ചിട്ട് ആ വെള്ളം നമ്മൾ ഇതിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ പച്ചക്കറി നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 2 മുതൽ 4 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കാം. പച്ചക്കറിയൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചിക്കൻ വേവിച്ച വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ഇട്ടിട്ടാണ് ഞാൻ ചിക്കൻ വേവിച്ചത്. 3 കപ്പ് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് ഓട്സ് ഇട്ട് കൊടുക്കണം. ഇൻസ്റ്റൻറ്റ് ഓട്സ് ഉപയോഗിക്കാം. ഞാനിവിടെ റോൾഡ് ഓട്സ് ആണ് ഇട്ടത്. ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഇനി വേവിച്ച് മാറ്റി വെച്ച ഷ്രെഡ് ചെയ്ത ചിക്കൻ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. 1 കപ്പ് പാലും കൂടെ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ഈ സമയത്തൊന്ന് ചേർത്ത് കൊടുക്കണം. ഇനി അടച്ച് വെച്ചിട്ട് നമുക്ക് ഓട്സ് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഒരു 2-3 ടേബിൾ സ്പൂണ് ചെറുതായി അരിഞ്ഞ മല്ലിയില ചേർത്ത് കൊടുക്കണം. ഒരു 5-6 പുതിനയിലയും കൂടെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചൂടോട് കൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. ഓട്സ് സൂപ്പായതുകൊണ്ട് തന്നെ കുറച്ച് സമയം വെക്കുമ്പോൾ ചിലപ്പോൾ ഇത് തിക്കായിട്ട് വരും. അപ്പോൾ നമ്മൾ കുറച്ച് ചൂടുവെള്ളം അല്ലെങ്കിൽ പാലോ ചേർത്തിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ട് സെർവ് ചെയ്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഓട്സ് മിക്സഡ് സൂപ്പ് റെഡി ആയിട്ടുണ്ട്. ഈ ചൂട് സമയത്ത് കഴിക്കാൻ പറ്റിയ ഒരു നല്ലൊരു സൂപ്പ് റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.